ഹായ് ഹലോ, ഞാൻ അഞ്ജു ഡാലിയ കളക്ഷൻസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന മഡ്കാട്ടസർ ഫാബ്രിക്കിൽ വരുന്ന സാരീസിന്റെ കളക്ഷൻസ് ആണ്. വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ, നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റിയ സാരീസ് ആണ്. വേഗം വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഫസ്റ്റ് സാരി വരുന്നത് ഇതാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള ഒരു ബേസ് ആയിട്ട് ഒരു ബ്രൗൺ ഷെയ്ഡിലേക്കാണ് വരുന്നത്. അതിലേക്ക് ഒരു ബോർഡേഴ്സ് വരുമ്പോൾ ഒരു മൾട്ടി കളർ കോമ്പിനേഷൻ അതിലേക്ക് വരുന്നുണ്ട്. മെറ്റീരിയൽ വരുന്നത് ഞാൻ പറഞ്ഞ പോലെ മഡ്കാട്ടസർ ആണ്. ചിലർ മഡ്കാ സിൽക്ക് എന്ന് പറയും. ഇതിന് മെറ്റീരിയൽ വൈസ് പറയുവാണെങ്കിൽ വളരെ ലൈറ്റ് വെയിറ്റ് ഉള്ള മെറ്റീരിയലാണ്. കാരണം നമുക്ക് ഉടുക്കാൻ അത്രയും കംഫർട്ടബിൾ ആണ്. ഒട്ടും വെയിറ്റ് ഇല്ലാത്ത മെറ്റീരിയൽ, അതുപോലെ തന്നെ ഒട്ടും ട്രാൻസ്പെറൻറ്റും അല്ല കേട്ടോ. ഞാൻ വൺ ലെയർ വെക്കുമ്പോൾ കാണുന്നില്ലേ, ട്രാൻസ്പെറൻസി തോന്നുന്ന ഒരു മെറ്റീരിയലും അല്ല അതിനകത്ത്. അത്രയും നല്ലൊരു കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന സാരിയാണ്. ബേസ് ഇതുപോലെ ബേസ് ആയിട്ട് സെന്ററിലേക്ക് ഒരു ബ്രൗൺ ഷെയ്ഡാണ് വരുന്നത്. ബോർഡർ വരുന്നത് ഇതുപോലെ ടോപ്പ് ബോർഡർ ചെറിയ ബോർഡർ ആണ് വരുന്നത്. ഇതിൽ കുറേ കളേഴ്സിൻ്റെ ബ്ലാക്കിൻ്റെ, ഗ്രേഡ്, പിങ്ക്, വൈൻ ഷെയ്ഡ് എല്ലാം ലൈറ്റ് ആയിട്ടൊരു ഷെയ്ഡ്സിലേക്ക് ഇതുപോലെ ഒരു ബോർഡർ കൊടുക്കുന്നുണ്ട്. താഴത്തെ ബോർഡർ കുറച്ചുകൂടെ ഇത് ഹെവി ആയിട്ട്, മീൻസ് വലിയ ബോർഡർ അല്ല, അതിൻ്റെ തന്നെ കുറച്ചുകൂടെ കളേഴ്സ് അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. റിപ്പീറ്റേഷൻ വരുന്നുണ്ട്. ഇങ്ങനെയാണ് ബോർഡർ വരുന്നത് കേട്ടോ. നല്ല ഭംഗിയായിട്ട് നമുക്ക് പെട്ടെന്ന് കൊടുക്കാൻ പറ്റുന്ന സാരിയാണ്. മുന്താണിയിലേക്കും ആ ഒരു ലൈൻസ് തന്നെയാണ് കൊടുക്കുന്നത്. ഇങ്ങനെ വരും. ടാസിൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതായത് സാരിയുടെ ബോഡിയിൽ വരുന്ന ആ ഒരു കളർ ഷെയ്ഡാണ് ടാസിലിൽ നിന്ന് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇങ്ങനെയാണ് വരുന്നത്. വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സാരി തന്നെയാണ് കേട്ടോ. ബ്ലൗസ് വരുന്നത് ഇതുപോലെ. ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് കൊടുക്കുന്നത്. കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡ്, ഇതിലേക്ക് വരുന്ന ബോർഡറിലേക്ക് വരുന്ന ഒരു കളർ ഷെയ്ഡ് കോൺട്രാസ്റ്റ് ആയിട്ടാണ് ബ്ലൗസ് പീസ് കൊടുക്കുന്നത്. സെറ്റ് ചെയ്യുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാരി തന്നെയാണ് കേട്ടോ. സാരിയുടെ പ്രൈസ് ഞാൻ പറയാം. നമുക്ക് അടുത്ത ഷെയ്ഡ് നോക്കാം. നെക്സ്റ്റ് സാരി വരുന്നത് ഇതാണ് കേട്ടോ. ഇതിന്റെ ബേസ് ആയിട്ട് വരുന്നത് സെന്ററിലേക്ക് ബോഡിയിലേക്ക് വരുന്നത് നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡ്. മറ്റു നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ കുറേ കളേഴ്സിന്റെ ഒരു കോമ്പിനേഷൻ വരുന്നുണ്ട്. പിങ്ക്, ബ്ലൂ, വൈൻ, ബ്ലാക്ക് എല്ലാം വരുന്നുണ്ട്. ബോർഡർ വരുന്നത് ഇതുപോലെ. ടോപ്പ് ബോർഡർ ചെറുതായിട്ടും മറ്റേ ബോർഡർ കുറച്ചുകൂടെ വലുതായിട്ടുമാണ് കേട്ടോ വരുന്നത്. മുന്താണി വരുന്നത് ഇങ്ങനെ ബ്ലൂ കളറിലേക്ക് ടാസൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിലേക്കും കോൺട്രാസ്റ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡിലേക്കാണ് കേട്ടോ ബ്ലൗസ് പീസ് അറ്റാച്ച് ചെയ്തേക്കുന്നത്. 1265 സാരിയുടെ പ്രൈസ് വരുന്നത്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ലൊരു പീച്ച് കളറിലേക്ക്. വേണ്ടോ, ഹാൻഡിൽ ചെയ്യാനൊക്കെ വളരെ എളുപ്പമുള്ള സാരിയാണ് കേട്ടോ. ഓവറായിട്ടൊന്നും വരുന്നില്ല, പക്ഷെ ആ ഒരു സ്ട്രൈപ്സിൻ്റെ ആ ഒരു ബോർഡറൊക്കെ വരുന്നതുകൊണ്ട് വളരെ സ്റ്റാൻഡേർഡ് ആണ്. നമുക്കിങ്ങനെ അടുക്കി കുത്തിയാലും ഒക്കെ നല്ലതായിരിക്കും കേട്ടോ. ഇതുണ്ടോ, നല്ല ഭംഗിയായിട്ടിരുന്നോളും. മുന്താണി വരുന്നത് ഇങ്ങനെ പീച്ച് കളറിൽ തന്നെ ടാസൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതാ ബ്ലൗസ് പീസ് വരുന്നത് ഇതുപോലെ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ബേസ് ആയിട്ടൊരു ഗ്രീൻ കളറാണ് വരുന്നത് കേട്ടോ. നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലേക്ക് വരുന്നു. അതിൽ കോമ്പിനേഷൻ വരുന്നുണ്ട്. ഗ്രീനിൻ്റെ തന്നെ ഒലിവ് ഗ്രീനും ഡാർക്കും ലൈറ്റും ഒക്കെ ആയിട്ട് അതിലേക്ക് ഒരു കോമ്പിനേഷൻ വരുന്നുണ്ട്. എല്ലാം നല്ല സൂപ്പർ ആയിട്ടുള്ള കളറും കോമ്പിനേഷൻ. നിങ്ങൾക്ക് കണ്ടവർക്ക് അറിയാമായിരിക്കും. ഇതിൻ്റെ തന്നെ നമ്മൾ ചുരിദാർ മെറ്റീരിയൽസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഷോളിലേക്കൊക്കെ ഈ ഒരു സെയിം ആ ഒരു വീവ് തന്നെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ആ കളർ കോമ്പിനേഷനൊക്കെ ഈ ഒരു ടൈപ്പ് പാറ്റേൺ ആയിരുന്നു അതിലേക്കും വന്നുകൊണ്ടിരുന്നത്. എല്ലാവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സെറ്റായിരുന്നു കേട്ടോ. ഇങ്ങനെയാണ് മുന്താണി വരുന്നത്. ടാസൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ ഒരു ലൈറ്റ് ഒലിവ് ഗ്രീൻ ഷെയ്ഡിലേക്കാണ് ബ്ലൗസ് പീസ് കൊടുത്തേക്കുന്നത്. നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം. നെക്സ്റ്റ് വരുന്ന ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡിലേക്കാണ് കേട്ടോ. ഇതാ ഇങ്ങനെ വരുന്നു. ഇതിലേക്ക് തന്നെ ഒരു ഷാഡോ പ്രിന്റ് പോലെ ഒരു ബ്ലാക്ക് കളറിന്റെ ചെറിയൊരു നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. കണ്ടോ, ഇങ്ങനെയാണ് കേട്ടോ അത് വരുന്നത്. ബോർഡറിലേക്ക് വരുന്ന കളേഴ്സ് ഇങ്ങനെയാണ്. കുറേ കളേഴ്സ് വരുന്നുണ്ട്. എല്ലാം ഞാൻ എടുത്ത് പറയുന്നത് നിങ്ങൾക്ക് കാണാമല്ലോ, കറക്റ്റ് ക്ലിയർ ആണല്ലോ. മുന്താണി വരുന്നത് ഇതുപോലെ ടാസൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസും നല്ല പ്ലസന്റ് ആയിട്ടുള്ള കളർ തന്നെയാണ് കൊടുത്തേക്കുന്നത്. ഇങ്ങനെ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ബേസ് ആയിട്ട് വരുന്നത് നല്ലൊരു ഗ്രേ കളറാണ്. നല്ല രസമല്ലേ കാണാനായിട്ട്. വേണ്ടോ, അതിൻ്റെ കോമ്പിനേഷൻ ഇങ്ങനെ വരുന്നു. നല്ല ഭംഗിയായിട്ട് നമുക്ക് വളരെ സ്റ്റാൻഡേർഡ് ആയിട്ട് വിൽക്കാൻ പറ്റുന്ന സാരിയാണ് കേട്ടോ. മുന്താണി വരുന്നത് ഇങ്ങനെ ടാസിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് ഈ ഒരു ഷെയ്ഡിലേക്കാണ് വരുന്നത്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് ഷെയ്ഡ് വരുന്ന ബേസ് ആയിട്ട് വരുന്ന നല്ലൊരു വൈൻ ഷെയ്ഡിലേക്കാണ്. ഇതുപോലെയാണ് അതിൻ്റെ കോമ്പിനേഷൻ വരുന്നത്. നല്ല രസമായിരിക്കും. നമ്മൾ ഉടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഭംഗി നന്നായിട്ടുണ്ടാവും. മുന്താണി വരുന്നത് ഇങ്ങനെ ടാസൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് ഈ ഒരു ഷെയ്ഡിലേക്കാണ് വരുന്നത്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് ആണ് കേട്ടോ. ബേസ് ആയിട്ട് ബ്ലാക്ക് വരുന്നു. കോമ്പിനേഷൻ വരുന്നത് ഇതുപോലെ. നിങ്ങളുടെ കയ്യിലൊക്കെ ഈ ഒരു കളർ കോമ്പിനേഷനിൽ ഈ ഒരു കളറിൽ വരുന്ന ഏതെങ്കിലും ഈ കളർ ചാർട്ടിൽ വരുന്ന ഏതെങ്കിലും ബ്ലൗസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ നമുക്ക് അതിട്ട് യൂസ് ചെയ്യുകയും ചെയ്യാം. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. മുന്താണി വരുന്നത് ഇങ്ങനെ ടാസൽസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബ്ലൗസ് പീസ് ഈ ഒരു ഷെയ്ഡിലേക്കാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. പ്രൈസ് സെയിം തന്നെയാണ്. 1625 പ്ലസ് ഫ്രീ ഷിപ്പിംഗ് ആണ് വരുന്നത്. ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത്. നമ്മൾ ഇന്ന് കണ്ട സാരീസിന്റെ കളക്ഷൻസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പർച്ചേസ് ചെയ്യാനായിട്ട് ഡിസ്പ്ലേയിൽ കാണുന്ന ഏതെങ്കിലും നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യാം. പറ്റുന്നവർക്ക് ഡയറക്റ്റ് വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാം. നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട്. ഡാലിയ കളക്ഷൻസിലും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.